നമസ്കാരം ട്രേഡേഴ്സ്, നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്, എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ നേരുന്നു. മാർക്കറ്റിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മാത്രം ട്രേഡിംഗ് ഡേ ഉള്ള ഒരു ആഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. എന്നാൽ വീക്കിലി അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഗെയിൻ നേടിത്തരാനായിട്ട് ഒരു ആഴ്ചക്ക് കഴിഞ്ഞിരുന്നു. നമ്മളുടെ അഡീഷണൽ സെക്രട്ടറി രാജേഷ് അഗർവാളിൻ്റെ നേതൃത്വത്തിൽ ഈ മാസം തന്നെ ഇന്ത്യ ട്രേഡ് നെഗോഷിയേഷന് വേണ്ടി US സന്ദർശിക്കുന്നു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ എലൻ മസ്കും PM മോഡിയും ടെലിഫോൺ സംഭാഷണം നടത്തി ഇന്ത്യയിലേക്ക് ടെസ്ലയും സ്റ്റാർലിങ്കും എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ വരുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ ചെയ്യാനായിട്ട് എലൻ മസ്ക് തന്നെ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകളും ഈ ദിവസങ്ങളിൽ ഉണ്ട്. നമ്മുടെ മാർക്കറ്റ് BSE കമ്പനീസിൻ്റെ എല്ലാം തന്നെ വിപണി മൂല്യം 415 ലക്ഷം കോടി രൂപയിലേക്ക് വീണ്ടും തിരികെ എത്തി. ഈ ഒരു ട്രംപിൻ്റെ താരിഫ് ഫിയർ കാരണം വൈപ്പ് ഔട്ട് ആയി പോയ എല്ലാ മാർക്കറ്റ് ക്യാപ്പും തിരികെ വന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇനീഷ്യലി ഈ ഒരു ട്രംപ് 90 ദിവസത്തെ താരിഫ് പോസ് രേഖപ്പെടുത്തിയത് ഈ ഏഷ്യൻ, ഇന്ത്യൻ, യൂറോപ്യൻ, US മാർക്കറ്റുകളെല്ലാം തന്നെ തിരിച്ചു കയറാനായിട്ട് പറ്റി. കൂടാതെ തന്നെ ഈ ഓട്ടോമൊബൈൽ കമ്പനീസിന് US പറിച്ചു നടാനായിട്ട് കുറച്ച് സാവകാശം കൂടി കൊടുക്കുമെന്നുള്ള വാർത്തയ്ക്ക് പിന്നാലെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസും അല്ലെങ്കിൽ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ടൊയോട്ട പോലെയുള്ള ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസും ഇന്ത്യയിൽ ടാറ്റ മോട്ടോഴ്സും ഉൾപ്പെടെയുള്ള കമ്പനീസും അതിൻ്റെ ഒരു നേട്ടം കണ്ടിരുന്നു. എന്നാൽ കാര്യങ്ങളെല്ലാം തന്നെ നല്ലതിൽ ആണോ അവസാനിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത്ര നല്ലതായിട്ടല്ല അവസാനിച്ചിരിക്കുന്നത്. മാർക്കറ്റിൽ ഭീതി പടർത്തുന്നതല്ല. പക്ഷെ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം, ഈ ചൈന ഒഴിവാക്കിയിട്ടുള്ള മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഈ 90 ദിവസത്തെ താരിഫിൻ്റെ ഒരു സമയപരിധിയിൽ കൂടുതൽ US നൽകുമ്പോൾ ചൈനക്ക് ഇത് കൊടുത്തിട്ടില്ല. ചൈനയും US നേർക്കുനേർ നിന്ന് ഈ ഒരു താരിഫ് വാറ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ US തന്നെയുള്ള യുണൈറ്റഡ് നാഷണൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഇവരുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഇവരുടെ സർവേ പ്രകാരം ലോകത്ത് നടക്കുന്ന ഗ്ലോബൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് 45%. 40 ഗ്ലോബലി നടക്കുന്ന എൻറ്റയർ മാനുഫാക്ചറിങ്ങിൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് നടക്കുന്നത് ചൈനയിലാണ്. അപ്പോൾ ആ ഒരു ചൈനയ്ക്കാണ് ഈ ഒരു ഉപരോധം ഏർപ്പെടുത്തിയത്. അത് ഗ്ലോബൽ മാർക്കറ്റിന് നല്ലതായിരിക്കുമോ? അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ ട്രംപ് US സെൻട്രൽ ഗവൺമെൻറ് തലവനായിട്ടുള്ള ജെറോം പവലിനെ ജോലിയിൽ നിന്ന് തെറിപ്പിക്കും എന്നുള്ള രീതിയിൽ പരോക്ഷമായിട്ട് വിമർശിച്ച് എന്തുകൊണ്ട് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നില്ല എന്നുള്ള പരാമർശം ഈ ഒരു ട്രംപ് നടത്തിയിട്ടുള്ളത്. ട്രംപിന് കൃത്യമായിട്ട് അറിയാം അത് US ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കുമെന്ന്. എന്നാൽ US മാത്രമല്ലല്ലോ, അത് ഗ്ലോബലി ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കില്ലേ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അനലിസ്റ്റുകളെല്ലാം തന്നെ ചോദിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വൻകിട കമ്പനികളായിട്ടുള്ള ടെസ്ല, ആപ്പിള്, ഇവരുടെ എല്ലാം തന്നെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉള്ളത് അത് ചൈനയിലാണ്. അല്ലെങ്കിൽ ഗ്ലോബലി തന്നെ ചിപ്പ് ഏറ്റവും കൂടുതൽ 90% വരെ ചിപ്പ് നടത്തുന്നത് തായ്വാനിലാണ്. തായ്വാനാവട്ടെ ചൈനയുടെ ഒരു അധീനയിലാണോ എന്നുള്ള നിലയിലാണോ ഉള്ളത്, അല്ലെങ്കിൽ ചൈനക്ക് എത്രയും പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു തരത്തിലാണ് തായ്വാൻ ഉള്ളത്. അപ്പം അത്തരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള ചൈനയായിട്ട് നേരിട്ടുള്ളൊരു മത്സരം നടത്തി ഗ്ലോബൽ മാർക്കറ്റിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റുമോ? ഈ ചൈനയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയിൽ വലിയ തോതിൽ അസൂയ മൂത്താണ് ഇപ്പോൾ US ഇത്തരത്തിലുള്ള താരിഫ് എല്ലാം തന്നെ ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം ഇത് ചൈനയിലെ വ്യാപാരികൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് അഡിഡാസ്, പൂമ, അങ്ങനെയുള്ള ഗ്ലോബൽ ബ്രാൻഡുകളെല്ലാം തന്നെ ഇതെല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്നത് അത് ചൈനയിൽ നിന്നാണ്. ചൈനയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന ഇതേ പ്രൊഡക്റ്റ് എല്ലാം തന്നെ 2000% മുകളിലാണ് ഗ്ലോബലി ഇത്തരം വൻകിട കമ്പനീസ് എല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം US ഒരു ശരാശരി ആളുടെ ഒരു വേജസ് എന്ന് പറയുന്നത് $70. അയൽ രാജ്യമായിട്ടുള്ള മെക്സിക്കോയിൽ അത് $7. ചൈനയിലേക്ക് വരുമ്പോൾ അത് വളരെ താഴെയാണ്. അപ്പോൾ ഇത്ര ചെറിയ രീതിയിൽ വേജസ് ഉള്ള ഒരു രാജ്യമാണ് ചൈന. ഇനീഷ്യലി ഈ ഒരു വേജസ് കുറവാണ് ചൈനയുടെ ഒരു പ്രത്യേകത എങ്കിൽ ഇന്നത് വേജസ് കുറവല്ല. ചൈനയിലെ ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ ഓട്ടോമേറ്റഡ് ആണ്. യന്ത്രവൽക്കരണം വളരെയധികം വ്യാപകമായി എല്ലാം റോബോട്ട്സാണ് അവിടെ ഇൻഡസ്ട്രീസിനെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ചൈനയുടെ വേജസ് അവിടുത്തെ തൊഴിലാളികൾ ഉയർത്തിയാൽ തന്നെ അവിടെ റോബോട്ട് ഉണ്ട് അവിടെ ജോലി ചെയ്യുന്ന എന്നുള്ള രീതിയിൽ ചൈന എത്തിച്ചേർന്നിരിക്കുകയാണ്. കൂടാതെ തന്നെ വളരെ റീസെൻ്റായിട്ട് ഡീപ് സീക്ക് എന്ന പേരിൽ 700 കോടി, ഇപ്പോൾ പ്രൊപ്പോർഷനായിട്ട് പറയുകയാണെങ്കിൽ 700 കോടിക്ക് നടത്തുന്ന ഭീകരമായ രീതിയിൽ വലിയൊരു സെറ്റപ്പിൽ നടത്തുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചൈന വെറും 70 കോടിക്ക് ഡീപ് സീക്ക് നടത്തിയതും ഈ രാജ്യങ്ങൾക്ക് വളരെയധികം ക്ഷീണമായിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊരു കുറച്ചിലായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ
ചൈനേനെ ഇപ്പോൾ അവിടുത്തെ ചൈനീസ് പ്രൊഡക്റ്റിനെ നമ്മൾ ഒരു 10 വർഷമൊക്കെ മുമ്പ് നമ്മൾ പുച്ഛിച്ചിരുന്നെങ്കിൽ ഇന്ന് അതല്ല. ഇന്ന് കാരണം ലോകത്തിലെ ഏറ്റവും ആഡംബര ഉൽപ്പന്നങ്ങളായിട്ടുള്ള ലെതർ ബാഗ് അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള നമ്മളിടുന്ന ചെരുപ്പുകൾ, നമ്മളിടുന്ന ക്ലോത്ത്സ് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ചൈനയിൽ നിന്ന് അവിടുത്തെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ആളുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനേനെ പിണക്കി അല്ലെങ്കിൽ ചൈനേനെ ഒറ്റപ്പെടുത്തി മറ്റുള്ള ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഒരു വളർച്ച എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം അമേരിക്കൻ ഏജൻസി തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 45% മാനുഫാക്ചറിങ് ചൈനയിലാണ് നടക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് നോക്കാൻ ഏറ്റവും താഴെ നാസ്ഡാക്ക് കാണാം, റെഡിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഡോയും റെഡിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ തിങ്കളാഴ്ചയെല്ലാം തന്നെ US മാർക്കറ്റ് അവധിയാണ്, നമുക്കത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും റെഡിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതായത് നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും റെഡിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി ഈ ഒരാഴ്ചയിലേക്കുള്ള ഗ്ലോബൽ ഈവൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ US ഈസ്റ്റർ ആയിരുന്നു തിങ്കളാഴ്ച ഹോളിഡേ, ജർമ്മൻ ഹോളിഡേ, UK ഹോളിഡേ. ഏപ്രിൽ 23 ന്യൂ ഹോം സെയിൽസ് ഡേറ്റ വരുന്നുണ്ട്. ഏപ്രിൽ 24 US നിന്ന് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ വരുന്നുണ്ട്. ജർമ്മനിയുടെ ബിസിനസ് എക്സ്പെക്ടേഷൻ ഡേറ്റ വരുന്നുണ്ട്. ഇന്ത്യയുടെ സർവീസ് PMI ഡേറ്റ വരുന്നത് ഏപ്രിൽ 23 അപ്പോൾ ഈ ഒരാഴ്ച നോക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഗ്ലോബൽ ഈവൻറ്റുകളൊന്നും തന്നെ ഇല്ല. വളരെ അത്ര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഗ്ലോബൽ ഈവൻറ്റ് ഗ്ലോബലി ഇല്ല എന്നുള്ളത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് HDFCയുടെയും ICICI ബാങ്കിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം ഉള്ളത് അദാനി ഗ്രീനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. ഇത് വാർത്തകൾ മാത്രമാണല്ലോ, ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മൾ എല്ലാ ദിവസവും പറയുന്നതാണ്. എന്താണ് മാർക്കറ്റിലുള്ള നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്ലോബലി ഉള്ള വാർത്തകൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കമ്പനീനെ സംബന്ധിച്ച് എന്താണ് കമ്പനിയുടെ വാർത്തകൾ, അത് പോസിറ്റീവ് ആവാം എന്ന് കരുതി സ്റ്റോക്ക് റാലി രേഖപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല, നെഗറ്റീവ് ആവാം എന്ന് കരുതി സ്റ്റോക്ക് ഫോൾ ആവണമെന്ന് നിർബന്ധമില്ല. ഒരു പേപ്പറിൽ നിങ്ങൾ വായിക്കുന്ന വാർത്തകൾ പോലെ തന്നെയാണ് ഈ ഒരു വാർത്തകളുള്ളത്. ആദ്യമുള്ള വാർത്തകളുള്ളത് അദാനി ഗ്രീനെ സംബന്ധിച്ചിട്ടുള്ള ന്യൂസാണ്. അദാനി ഗ്രീൻ 48 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള വിൻഡ് പ്രൊജക്റ്റ് ഗുജറാത്തിലെ അവർ ലോഞ്ച് ചെയ്തു. ഇതോട് കൂടിയിട്ട് കമ്പനിയുടെ ടോട്ടൽ കപ്പാസിറ്റി 4.29 ജിഗാവാട്ട് ആയിട്ടുണ്ട്. ഇനി കോൾ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്, കോൾ ഇന്ത്യ CECL എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് 7,000 കോടി രൂപയുടെ ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. മിനറൽ റിസോഴ്സ് എല്ലാം തന്നെ മൈനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് സൈൻ ചെയ്തിട്ടുള്ളത്. ITC കമ്പനി FMCG കമ്പനിയായിട്ടുള്ള മന്ത്ര ഓർഗാനിക്കിനെ അവർ അക്യൂർ ചെയ്തിട്ടുണ്ട്. 472 കോടി രൂപക്കാണ് ഈ ഒരു അക്വസിഷൻ നടത്തിയിട്ടുള്ളത്. ഇനി ഡിഫൻസ് സെക്ടറായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണെങ്കിൽ ഡിഫൻസ് സെക്ടറിൽ വലിയൊരു പ്രസ്താവന നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ടെല്ലാം തന്നെ 600 കോടി രൂപയിൽ നിന്ന് നമുക്കത് 24,000 കോടി രൂപയിലേക്കൊക്കെ ഉയർത്താനായിട്ട് പറ്റി. അപ്പോൾ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യനെ ഒരു ഗ്ലോബൽ ഡിഫൻസ് എക്സ്പോർട്ട് ഹബ്ബാക്കിയായിട്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കുള്ള യാത്രയിലാണ് ഇന്ത്യ. ഡിവിസ് ലാബായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്, ഡിവിസ് ലാബ് ഗ്ലോബൽ ഫാർമ കമ്പനിയായിട്ടൊരു മൾട്ടി കോൺട്രാക്ട് ഇയർ സൈൻ ചെയ്തു എന്നുള്ള ന്യൂസാണ്. അദാനി പോർട്ടായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്, അദാനി പോർട്ട് ഓസ്ട്രേലിയയിലുള്ള ഒരു കമ്പനീനെ അക്യൂർ ചെയ്തിട്ടുണ്ട്. $2.5 ബില്യൺ ക്യൂൻസ്ലാൻഡ് എക്സ്പോർട്ടിനെ അക്യൂർ രേഖപ്പെടുത്തിയത്. ഇനി ഇൻഫോസിസ് ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്, ഇൻഫോസിസ് ഇവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈബർ സെക്യൂരിറ്റി നെറ്റ്വർക്ക് എല്ലാം തന്നെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഫോസിസ് MRI കൺസൾട്ടിങ് ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി HDFC ബാങ്ക്, അത് HDFC ബാങ്കിൻ്റെ റിസൾട്ട് വന്നു. 6.7 ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വളർച്ച കൈവരിച്ച് 17,616 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയ ന്യൂസ് ഉണ്ട്. ഡിവിഡൻഡ് 22 രൂപയാണ് കമ്പനി പ്രഖ്യാപിച്ചത്. ICICI ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 18% ഉയർന്നു. 12,630 കോടി രൂപയാണ് ഈ തവണ ICICI ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയത്. യെസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 63% ഉയർന്ന് 738 കോടി രൂപ കരസ്ഥമാക്കി എന്നുള്ള ന്യൂസ്. ഒബ്രോയ് റിയാലിറ്റി കമ്പനി ഇവരുടെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ബുക്കിംഗ് എല്ലാം തന്നെ 31% ഇയർ കമ്പനി വർദ്ധിപ്പിച്ചതായിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് ന്യൂസുകളായിട്ട് എത്താം. എല്ലാവർക്കും നല്ലൊരു സൺഡേ ദിനം ആശംസിക്കുന്നു. താങ്ക് യു.